ആകുമ്പോഴേക്കും ഇന്ത്യ വൺ ഓഫ് ദ സൂപ്പർ പവർഫുൾ നേഷൻ ആയിട്ട് മാറും എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ നമ്മളുടെ ഇപ്പോഴുള്ള ഈ ഒരു കോവിഡ് പോലെയുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു ഇഷ്യൂസ്, നമ്മളുടെ എക്കോണമിയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കിയാൽ മോസ്റ്റ് പ്രോബബ്ലി അല്ലെങ്കിൽ മേ ബി നമ്മൾ ആ ട്രാക്കിലേക്ക് ആകാം. അതായത് 2030 ഏകദേശം ഒരു സൂപ്പർ പവർഫുൾ നേഷൻ എന്നൊരു കാറ്റഗറിയിലേക്ക് മാറാം. ആൻഡ് ദിസ് തിങ് is about one country completely taking over everything from being a developing nation. ഒരു ഡെവലപ്പിംഗ് ഫോമിലുള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു രാജ്യം കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി ഒരു സൂപ്പർ പവർഫുൾ നേഷൻ ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ജേർണി isn't about a one day process. അപ്പൊ ഇത് ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്. അതിങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ആ ഒരു സൂപ്പർ പവർഫുൾ നേഷൻ എന്ന കാറ്റഗറിയിലേക്ക് ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ ക്യാൻ ബി വിന്നർ ഓഫ് ന്യൂ ഫോം ഓഫ് ഗ്ലോബലൈസേഷൻ സേസ് എക്സ്പേർട്സ്. അപ്പൊ ഈ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ വില്ലേജ് എന്നൊരു കോൺസെപ്റ്റില് ഏകദേശം ഒരു പുതിയ ഒരു എൻട്രി അല്ലെങ്കിൽ ആ ഒരു പറയുന്ന ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഗ്ലോബൽ വില്ലേജ് എന്നൊരു കോൺസെപ്റ്റില് ഓൾറെഡി ഇന്ത്യ ആ ഒരു വിന്നർ എന്നൊരു കാറ്റഗറിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിന്റെ കുറച്ച് നല്ല എക്സാമ്പിൾസ് ആണ് നമുക്ക് മുകളിൽ കാണുന്ന കുറച്ച് പിക്ചേഴ്സ്. One thing being New Delhi, where you can see that Apple is saying that their company is very pleased with the growth story in India. iPhone sale increase ചെയ്യുന്നു along with the iPads and Macs, so they are happy with the sales. അപ്പോൾ ഗ്ലോബലൈസേഷൻ പോലെയുള്ള ഒരു പ്രോസസ്സിൽ ഇന്ത്യ ആ ഒരു പാത്വേയിൽ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വിന്നർ എന്നുള്ള ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് നമ്മളുടെ രാജ്യം മാത്രമല്ല, പല രാജ്യങ്ങളും ഇതേപോലെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ബെയ്ജിംഗ്, ചൈനാസ് ഫാക്ടറി ഔട്ട്പുട്ട് ഗ്രോത്ത് സ്ലോഡ് ഇൻ ഏപ്രിൽ ഫ്രം ജംപ് സീൻ ഇൻ ദ പ്രീവിയസ് മന്ത്, while retail sales missed analysis expectation, indicating more pressure on the recovery in consumption. അപ്പൊ പല രാജ്യങ്ങളും ആ ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്ക് ആയി പോകുമ്പോൾ ചില രാജ്യങ്ങൾ ഓൾറെഡി ആ ഒരു സ്റ്റേജിൽ നിന്ന് പിറകിലോട്ട് അല്ലെങ്കിൽ അവരൊന്ന് ആ ഒരു നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് ഒന്ന് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മളുടെ ഇന്ത്യ ഒന്ന് മുകളിലേക്കായി വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. സോ there is a hope. ലൈക്ക് ഈ പറയുന്ന ആ ഒരു ഗ്ലോബലൈസേഷൻ പ്രോസസ്സിൽ നമുക്കൊരു ഹോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ എക്കോണമി ഇത്രയും ലിബറലൈസ്ഡ് ആയി, അല്ലെങ്കിൽ നമ്മളുടെ എക്കോണമിയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ദർ ഇസ് എ ഹോപ്പ് ദാറ്റ് ലൈക്ക് ഗ്രാജുവലി നമ്മൾ ഈ പറയുന്ന സൂപ്പർ പവർഫുൾ നേഷൻ കാറ്റഗറിയിലേക്ക് വരാം. ഇപ്പൊ ഡോമിനേറ്റ് ചെയ്യുന്ന പല രാജ്യങ്ങളും അവരുടെ ആ ഒരു ഔട്ട്പുട്ട് കുറഞ്ഞു, അതുപോലെ നമ്മളുടെ ഔട്ട്പുട്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇതിന്റെ എല്ലാം ഇടയിൽ വില്ലനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഈ പാൻഡമിക് ആണ്. മേ ബി ലൈക്ക് ഈ പാൻഡമിക് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ എക്കോണമിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ GDP ഈ കാര്യത്തിലെല്ലാം ഒരുപാട് നമുക്കൊരു ഹൈക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. സോ തിങ്കിങ് അബൌട്ട് ദ 30 years which changed the country, the process was like ഒരു 1991 മുതൽ നമുക്ക് നോക്കാം. ന്യൂ എക്കോണമിക് പോളിസി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഈ 3 കോൺസെപ്റ്റ്സിന്റെ എൻട്രി കൊണ്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഇന്ത്യ ഈ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഇന്ത്യ ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കി ഏത് രാജ്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിലും ഈ പറയുന്ന കോൺസെപ്റ്റ്സിന്റെ ഇൻഫ്ലുവൻസ് ഇസ് വേ ടു മച്ച്. ആൻഡ് ആ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് ഓരോ എക്കോണമിയിലും പലതരത്തിലുള്ള ഗുഡ്സ് പല സ്ഥലത്ത് നിന്ന് അവൈലബിൾ ആകുന്നത്. അതുപോലെ പലതരത്തിലുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് യു ക്യാൻ ട്രാൻസ്ഫർ, യു ക്യാൻ എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ, യു ക്യാൻ എക്സ്ചേഞ്ച് ടെക്നോളജി. So that complete things that can be exchanged from one country to another, which is helping or which is enhancing that country's growth. അപ്പൊ നമ്മൾ ഈ 30 കൊല്ലം നമ്മളുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു 1991 മുൻപ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസന്റ് ദാറ്റ് ഈസി. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലൈസൻസ് പ്രൊക്യൂർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ് ആയിരുന്നില്ല. പക്ഷെ LPG പോലൊരു കോൺസെപ്റ്റ്, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ പോലൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പം ഇറ്റ് വാസ് നെസസറി. എക്കോണമി ഒന്ന് ലിബറലൈസ്ഡ് ആക്കണം.
അതും അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ ബാക്കിയുള്ള പ്ലെയേഴ്സിന് ആവശ്യമാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളും കൂടി ഇറങ്ങി കളിച്ചാൽ മാത്രമേ നമുക്ക് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു നിലയിലേക്ക് എത്താൻ പറ്റും. സോ അതിനുവേണ്ടി എക്കോണമി കുറച്ചും കൂടി ലിബറലൈസ്ഡ് ആക്കി, പ്രൈവറ്റൈസേഷൻ കുറച്ചും കൂടി എൻകറേജ് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ടൊരു ഗ്ലോബൽ വില്ലേജ് ആക്കി മാറ്റി. അതായത് ട്രേഡ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും വൺ സിംഗിൾ ഗ്ലോബൽ വില്ലേജ് എന്നൊരു കോൺസെപ്റ്റിലേക്ക് മാറി. ആൻഡ് ഈ 30 ഇയേഴ്സിന്റെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാകുന്നത് പല MNCസും ഇന്ത്യയിൽ വന്ന് ദേ ഹാവ് പ്ലാൻ ടു സ്റ്റാർട്ട് ദിയർ പ്ലാന്റ്, അല്ലെങ്കിൽ ദേ ഹാവ് ഡിസൈഡഡ് ദാറ്റ് ദേ വിൽ ഹാവ് വൺ ഓഫ് ദിയർ കമ്പനി ഓവർ ഹിയർ. അതും അല്ലെങ്കിൽ അവർക്ക് ഇവിടെയുള്ള അവരുടെ ഗ്രോത്തിന്റെ പ്രോഗ്രസ്, അവരുടെ സെയിൽസിന്റെ പ്രോഗ്രസ്, ഇതെല്ലാം നമുക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം എത്രത്തോളം നമ്മുടെ രാജ്യം വളർന്നു കഴിഞ്ഞു. ലൈക്ക് ഫ്രം 30 years, how our country has changed so far. So all you're going to learn about is regarding your post graduation Master of Commerce. അപ്പോൾ Master of Commerceൽ നിങ്ങൾ MComൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു പേപ്പർ ഞാനാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് പേപ്പർ ഇസ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയൺമെന്റ്. ഇന്റർനാഷണൽ ബിസിനസ് എൻവയൺമെന്റ് ആണ് ഞാൻ ഡീൽ ചെയ്യുന്ന പേപ്പർ. ആൻഡ് മൈസെൽഫ് അതുല്യ. And regarding your complete subject, നമ്മൾ നോക്കുകയാണെങ്കിൽ we have around 5 blocks. അപ്പോൾ നമ്മൾ ഈ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ നമുക്കറിയാം. നമ്മൾ ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ, വിത്തിൻ എ കൺട്രി ബിസിനസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് എ ഡൊമസ്റ്റിക് ബിസിനസ്. പക്ഷേ ഈ പറയുന്ന ബിസിനസ് നമ്മൾ മറ്റൊരു രാജ്യമായിട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും. അവരുടെ റൂൾസ് ആണെങ്കിലും, അല്ലെങ്കിൽ അവിടെയുള്ള റിസോഴ്സസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലും, അവരുടെ വർക്ക് കൾച്ചർ ആണെങ്കിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ടാകും, റൈറ്റ്? സോ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ മറ്റൊരു രാജ്യമായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴാണ് യു കോൾ ഇറ്റ് ദി ഇന്റർനാഷണൽ ബിസിനസ്. അപ്പൊ നമുക്ക് ഈ ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കാൻ വേണ്ടിയിട്ട് 5 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് എവറി ടൈം ഫസ്റ്റ് ബ്ലോക്ക് വിൽ ബി ഓൾവേസ് അബൌട്ട് ദി കോൺസെപ്റ്റ്സ്. നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ്സ്, അതിന്റെ ഡയമെൻഷൻസ്, ഇതെല്ലാമാണ് ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സെക്കൻഡ് ബ്ലോക്ക് ഇസ് അബൌട്ട് ഗ്ലോബലൈസേഷൻ. ആ ഒരു പ്രോസസ്, ഗ്ലോബലൈസേഷന്റെ ആ ഒരു പ്രോസസ്, ലൈക്ക് ഫ്രം വേർ വി സ്റ്റാർട്ടഡ് ആൻഡ് എത്രത്തോളമാണ് ഗ്ലോബലൈസേഷന്റെ ഇൻഫ്ലുവൻസ്, അതിനെ എഫക്ട് ചെയ്യുന്ന ബാക്കിയുള്ള ഫാക്ടേഴ്സ്, ഫോഴ്സസ്, ഇതെല്ലാമാണ് നിങ്ങളുടെ ബ്ലോക്ക് 2 വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3 ഇസ് അബൌട്ട് വേൾഡ് ട്രേഡിംഗ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഈ പല രാജ്യങ്ങളായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ അത് ഗവേൺ ചെയ്യുന്ന സിസ്റ്റം, ഇതെല്ലാമാണ് നിങ്ങളുടെ ബ്ലോക്ക് 3. ആൻഡ് ബ്ലോക്ക് 4 ഇസ് അബൌട്ട് യുവർ ലീഗൽ എൻവയൺമെന്റ്. നമുക്കറിയാം പല രാജ്യങ്ങളായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അവരുടെ എല്ലാം ലോസ്, റൂൾസ്, റെഗുലേഷൻസ് എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും. സോ നമുക്ക് ഇവിടെയുള്ളത് പോലെ ആയിരിക്കണം എന്നില്ല അവിടെയുള്ള അവരുടെ ലീഗൽ പ്രോസസ്. സോ ഇറ്റ് ഈസ് ഹൈലി നെസസറി ടു ലേൺ അബൌട്ട് ദ ലീഗൽ എൻവയൺമെന്റ് ബിഫോർ ട്രേഡിംഗ് വിത്ത് എനി അതർ നേഷൻ. സോ ബ്ലോക്ക് 4 വിൽ ബി ടോക്കിംഗ് അബൌട്ട് ദ ലീഗൽ എൻവയൺമെന്റ്. And finally, block 5 will be about the contemporary development and issues. നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് റിഗാർഡിംഗ് IB, ഇന്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ കണ്ടുവരുന്ന ഇഷ്യൂസ്, പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ക്രൈറ്റീരിയ, ഫാക്ടേഴ്സ്, ഇതെല്ലാമാണ് നിങ്ങളുടെ ഫൈനൽ ബ്ലോക്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ത്രൂ ഔട്ട് ദ ഹോൾ ബ്ലോക്സ് വിൽ ബി ഹാവിംഗ് ഡിഫറെന്റ് ടോപ്പിക്സ്. നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ പറയാനുണ്ട്, ലൈക്ക് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇ-കോമേഴ്സ്, ഗ്ലോബലൈസേഷൻ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ടെക്നോളജി ട്രാൻസ്ഫർ, BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, REG, റീജിയണൽ എക്കോണമിക് ഗ്രൂപ്പിംഗ്. അങ്ങനെ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ്സ് പറയാനുണ്ട്. ലൈക്ക് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് നോട്ട് എ വെരി സ്മോൾ ടോപ്പിക്. ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് കാര്യത്തിന് വേണ്ടി ട്രേഡ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവും ഗവേൺ ചെയ്യാനും, അതുപോലെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും അവർ എഫക്ട് ചെയ്യുന്നത്. അതും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് വിൽ ബി ഇൻവോൾവ്. സോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. So we'll be coming across all these terms while we are learning about the international business through block 1, 2, 3 and 4, 5. അപ്പോൾ ഏകദേശം 5 ബ്ലോക്ക് വഴി നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന പല ടേംസും നമ്മൾ കണ്ടുവന്ന് ഇരിക്കാം. So today we'll be talking about Unit 1, Introduction to International Business Environment, over where we'll be discussing about the different concepts, micro, macro environment, അതുപോലെ domestic, foreign, global environment, relevance of international business environment, and also about analyzing the different components of foreign environment, and finally about the geographic environment. So after learning all this, you will have an idea about the complete business environment. അതിന്റെ ബേസിക് ആയിട്ടുള്ള മീനിങ്, അതിന്റെ നേച്ചർ, ഒബ്ജക്റ്റീവ്, റെലവൻസ്, അതുപോലെ ഡൊമസ്റ്റിക്, ഫോറിൻ, ഗ്ലോബൽ ഡയമെൻഷൻസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയൺമെന്റ്.
So we'll start with the concept and relevance of international business environment. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ബിസിനസ് നമ്മളൊരു രാജ്യത്തിനകത്ത് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ലൈക്ക് ഡൊമസ്റ്റിക് ബിസിനസ്. പക്ഷെ നമ്മൾ മറ്റൊരു രാജ്യമായിട്ട് അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് പോയി ബിസിനസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ഇന്റർനാഷണൽ ബിസിനസ്. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ്സിനകത്ത് നമ്മൾ നമ്മളുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻവയൺമെന്റ് പോലെ തന്നെ അവിടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടോ ആ ഫാക്ടേഴ്സ് അറിഞ്ഞിട്ടോ വേണം അവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. So there is relevance for IBE, International Business Environment in relevance. So before that, let's get into an idea about the different concepts. IBE il varuna concepts edakiyanu nokkam. So first is being the micro and macro environment. Appo namukku either environment ine rendu category aayittu divide cheyam. Micro environment um macro environment. So from that name itself it is clear. Micro environment ennu paranjal small, കമ്പാരിറ്റീവ്ലി ഒരു സ്മോൾ എൻവയൺമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും അടുത്തുള്ള എൻവയൺമെന്റിനെയാണ് നമ്മൾ മൈക്രോ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും അടുത്തുള്ള നിയർ ആയിട്ടുള്ള എൻവയൺമെന്റിനെയാണ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻവയൺമെന്റിനെയാണ് മൈക്രോ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. വിച്ച് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്, ഡയറക്റ്റ് ആയിട്ട് ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുക, അതിന്റെ ഡെസിഷൻസ് ആണെങ്കിലും അതിന്റെ ഓപ്പറേഷൻസ് ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതിനെയാണ് മൈക്രോ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ഈ മൈക്രോ എൻവയൺമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്. അപ്പൊ ഈ പറയുന്ന ആളുകൾക്കെല്ലാം ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അപ്പൊ അവരെയാണ് മൈക്രോ എൻവയൺമെന്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത്, അതിനകത്ത് വരുന്ന ആളുകൾ. അപ്പൊ നമ്മളുടെ ചുറ്റുമുള്ള, എന്റെ ബിസിനസിന്റെ ചുറ്റുമുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എൻവയൺമെന്റിൽ വരുന്ന ആളുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു എൻവയൺമെന്റിനെയാണ് മൈക്രോ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്നത് കസ്റ്റമേഴ്സ് ആകാം, എംപ്ലോയീസ് ആകാം, സപ്ലയേഴ്സ് ആകാം, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഫണ്ട് തരുന്ന ക്രെഡിറ്റേഴ്സ് ആകാം. സോ ഇവർക്കെല്ലാം എൻ്റെ ബിസിനസ്സിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. എൻ്റെ ഫേമിന്റെ ഡെസിഷൻ അല്ലെങ്കിൽ എൻ്റെ ഫേമിന്റെ ഓപ്പറേഷൻ, ഇതിലെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു എൻവയൺമെന്റിനെയാണ് നമ്മൾ മൈക്രോ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് മാക്രോ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രോഡർ ആയിട്ട്, കുറച്ചും കൂടിയും അതിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വാസ്റ്റ്, ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സ്കോപ്പ് ഉള്ളതാണ് മാക്രോ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ഫേമിനെയും എഫക്ട് ചെയ്യും, അതുപോലെ തന്നെ ഫേമിനകത്തുള്ള മൈക്രോ എൻവയൺമെന്റിനെയും എഫക്ട് ചെയ്യും. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അതായത് മൈക്രോ എൻവയൺമെന്റ് ആണെങ്കിൽ അത് എന്റെ ഫേമിനെ എഫക്ട് ചെയ്യുന്ന എൻവയൺമെന്റ് ആണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ആയിട്ടൊരു എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ ഇത് മാക്രോ ആണ്, ഒരു ബ്രോഡർ ഫോഴ്സ് ആണ്. ഇതിനകത്ത് എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റില്ല, പകരം അതിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അതിലുണ്ടായിരിക്കുന്ന ലോസ്, റൂൾസ്, കാര്യങ്ങളെല്ലാം ഞാൻ ഫോളോ ചെയ്ത് പോവാന്നുള്ളതാണ്. ഇപ്പൊ കമ്പനിയെ എഫക്ട് ചെയ്യുന്ന മാക്രോ എൻവയൺമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡെമോഗ്രാഫിക് ഫോഴ്സസ്, എക്കോണമിക് ഫോഴ്സസ്, നാച്ചുറൽ ഫോഴ്സസ്, ടെക്നോളജി, പൊളിറ്റിക്കൽ, കൾച്ചറൽ ഫോഴ്സസ് എക്സെട്ര. ഇതിനകത്തൊന്നും എനിക്ക് ഇടപെട്ട അല്ലെങ്കിൽ എനിക്ക് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റത്തില്ല. റൈറ്റ്. ഇപ്പൊ ഗവൺമെന്റ് മാറുകയാണ്, അല്ലെങ്കിൽ ഇപ്പം പുതുതായിട്ടൊരു ലോ വരുന്നു, അല്ലെങ്കിൽ എക്കോണമിയിലെ കുറെ കാര്യങ്ങളിൽ ചേഞ്ചസ് വരുന്നു, അതിലൊന്നും എനിക്കായിട്ട് അങ്ങോട്ടേക്ക് പോയി അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പകരം എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഓർഗനൈസേഷനിൽ ഇപ്പൊ ഞാൻ കൊണ്ടുവരുന്ന പുതിയ പ്രോഡക്റ്റിൽ ചേഞ്ചസ് കൊണ്ടുവരാം, അതിലൊക്കെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ കൊണ്ടുവരാം. പക്ഷെ മാക്രോ എൻവയൺമെന്റ് ഫോഴ്സസിനകത്ത് കയറിയിട്ട് എനിക്ക് ഒരു ബിസിനസ് എന്ന നിലയിൽ അല്ലെങ്കിൽ എൻ്റെ ഫേം എന്ന നിലയിൽ എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അത് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ ഹോൾ ലോട്ട് ഓഫ് ബ്രോഡർ ഫോഴ്സസ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോ എൻവയൺമെന്റിന്റെ അകത്ത് വരുന്നതാണ് ഈ പറയുന്ന ഇന്റർമീഡിയറി, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, കമ്പനി, പബ്ലിക്, കോമ്പറ്റീറ്റേഴ്സ് എക്സെട്ര. അപ്പൊ ഇന്റേണൽ ആയിട്ട് നമുക്കിപ്പോ എൻ്റെ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഇന്റേണൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് എൻ്റെ ബിസിനസിന്റെ സ്ട്രെങ്ത്, എന്തൊക്കെയാണ് എൻ്റെ ബിസിനസിന്റെ വീക്ക്നെസ്, അതെല്ലാം മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. റൈറ്റ്.
അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും SWOT അനാലിസിസ് എന്ന് പറയുന്നത്, SWOT അനാലിസിസ്, SWOT അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇന്റേണൽ ആയിട്ട് എന്റെ കമ്പനിക്ക് എന്തൊക്കെയാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്റെ കമ്പനിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ നെഗറ്റീവ്സ് ആണ് എന്റെ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ ഫേസ് ചെയ്യുന്നത്, അത് എങ്ങനെ എനിക്ക് കുറയ്ക്കാൻ പറ്റും, ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന മൈക്രോ എൻവയൺമെന്റ് അകത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മാക്രോ എൻവയൺമെന്റിൽ വരുന്നതാണ് എൻവയൺമെന്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനായിട്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, എക്കോണമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, ലീഗൽ, ഇങ്ങനെയുള്ള പല ബ്രോഡർ ഫോഴ്സസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഞാൻ അതിന് അഡാപ്റ്റ് ചെയ്ത് പോവാനേ പറ്റത്തുള്ളൂ. റൈറ്റ്. അപ്പൊ അവിടെ ഞാൻ നോക്കുന്നത് എന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്റെ ത്രെട്ട് എന്തൊക്കെയാണ്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് എനിക്കിപ്പം പുറമെയുള്ള എൻവയൺമെന്റിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ലോ പ്രകാരം എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എന്തെങ്കിലും എനിക്ക് അഡ്വാൻറ്റേജ് ഉണ്ടോ, എന്തെങ്കിലും എനിക്ക് ബെനിഫിറ്റ് ഉണ്ടോ. അപ്പൊ എനിക്ക് എന്റെ ഓപ്പർച്യൂണിറ്റീസ് തെരഞ്ഞുപിടിച്ച് പോകാം. അതും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്യുന്ന റിസ്ക്, എന്തൊക്കെയാണ് പ്രോബ്ലംസ്, എന്തൊക്കെയാണ്, അതാണ് ആ T കൊടുത്തിരിക്കുന്നത്, ത്രെട്ട് എന്ന് പറയുന്നത്. എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്യൂസ് എന്തൊക്കെയാണ്, ത്രെട്ട് എന്തൊക്കെയാണ്, റിഗാർഡിംഗ് ഓൾ ദി മാക്രോ ഫോഴ്സസ്, എക്സ്റ്റേണൽ ഫോഴ്സസിൽ നിന്ന് എനിക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് എനിക്ക് അനാലിസിസ് നടത്താം. അപ്പൊ നമുക്ക് SWOT, SWOT അനാലിസിസ്, ഇന്റേണൽ ആയിട്ട് നമുക്ക് SW, സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്താന്ന് നോക്കാം എന്റെ ഓർഗനൈസേഷന്റെ. എക്സ്റ്റേണൽ ആയിട്ട് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെയാണ് എന്റെ ഓർഗനൈസേഷന്റെ ത്രെഡ്സും എന്നും നോക്കാം. അപ്പൊ ജസ്റ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്, ഇത്രയുമാണ് മാക്രോയിൽ വരുന്ന ഫോഴ്സസ്, ഇത്രയുമാണ് മൈക്രോയിൽ വരുന്ന ഫോഴ്സസ്. എന്തൊക്കെയാണ് ഈ പറയുന്ന മാക്രോ എൻവയൺമെന്റിലും മൈക്രോ എൻവയൺമെന്റിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നാണ് ഞാനിവിടെ അത് ഒരു SWOT അനാലിസിസ് വഴി കാണിക്കാൻ ശ്രമിച്ചത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു ഒരു 3 തരത്തിലുള്ള എൻവയൺമെന്റ് ഉണ്ട്, ഡൊമസ്റ്റിക് ഉണ്ട്, അതുപോലെ ഗ്ലോബൽ എൻവയൺമെന്റ് ഉണ്ട്, ഫോറിൻ എൻവയൺമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഡൊമസ്റ്റിക് എൻവയൺമെന്റും ഇന്റർനാഷണൽ ബിസിനസ്സും തമ്മിൽ എന്താണ് ഇത്ര റിലേഷൻ? അപ്പൊ നമുക്കറിയാം ഡൊമസ്റ്റിക് എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദി ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, ആ ഒരു നമുക്ക് ചുറ്റുപാടില്ല സറൗണ്ടിങ്ങിൽ വരുന്ന പല ഫാക്ടേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പൊ കോമ്പറ്റേറ്റീവ് സ്ട്രക്ചർ, എക്കോണമിക് ക്ലൈമറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫോഴ്സസ്, ഈ പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. റൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ ഒരു മാക്രോ ഫോഴ്സ് ആണ്, ഇതിന്റെ മുകളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് അൺകൺട്രോളബിൾ ആണ്. ഒരു ഫേമിന് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കയറി ഓക്കെ ഇങ്ങനെയല്ല എനിക്ക് ആഗ്രഹം, അപ്പൊ എനിക്ക് ഈ ലോ എല്ലാം മാറ്റിക്കളയാം, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? അപ്പൊ ഇതെല്ലാം ഡൊമസ്റ്റിക് എൻവയൺമെന്റിന്റെ ഭാഗമാണ്. ആൻഡ് ഇങ്ങനെ നമ്മൾ ഈ ഡൊമസ്റ്റിക് എൻവയൺമെന്റിൽ ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒരു ഫേമിന് വിത്തിൻ a particular country എന്നൊക്കെ പറഞ്ഞാൽ പോലും പിന്നെ എന്തിനാ ഈ ഡൊമസ്റ്റിക് എൻവയൺമെന്റും ഇന്റർനാഷണൽ ബിസിനസ്സും തമ്മിൽ ഇത്ര റിലേഷൻ പറയുന്നത്? ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സിലെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മൈനസുകൾ നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ്സിന് സഹായകരമാകും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന പ്രോഡക്റ്റിന് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരു ആൾക്കും വേണ്ടാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവിടെ ഡിമാൻഡ് ഇല്ല. ഞാൻ കൊണ്ടുവന്ന പ്രൊഡക്റ്റിന് ഇവിടെ ഡിമാൻഡ് ഇല്ല, അതും അല്ലെങ്കിൽ ഭയങ്കരമായ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സോ ആ ഒരു കേസിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ ഞാൻ ഇന്റർനാഷണൽ ആയിട്ട് ഞാൻ അതിനെ ട്രേഡ് ചെയ്യും. അപ്പൊ എനിക്ക് ഇവിടെ മാർക്കറ്റിൽ ഒന്നെങ്കിൽ ഡിമാൻഡ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇന്റൻസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. സോ നാച്ചുറലി എനിക്ക് ഇവിടെ ആ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരാൻ താല്പര്യമില്ല. സോ ഐ വിൽ ഗോ വിത്ത് ദി ഇന്റർനാഷണൽ ബിസിനസ്. സോ അതുകൊണ്ടാണ് ഈ പറയുന്ന ഡൊമസ്റ്റിക് എൻവയൺമെന്റും ഇന്റർനാഷണൽ ബിസിനസ്സും ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന പല ഫാക്ടേഴ്സ്, കോമ്പറ്റേറ്റീവ് സ്ട്രക്ചർ ആണെങ്കിലും, അല്ലെങ്കിൽ ഇവിടെയുള്ള എക്കോണമിക് ക്ലൈമറ്റ് ആണെങ്കിലും, പൊളിറ്റിക്കൽ ഫോഴ്സസ് ആണെങ്കിലും, ലീഗൽ ഫോഴ്സസ് ആണെങ്കിലും, ഇൻ എ വേ എഫക്ട്സ് ഇന്റർനാഷണൽ ബിസിനസ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പറയുന്ന ഇന്റർനാഷണൽ ബിസിനസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. The next is about foreign environment. അപ്പൊ ഫോറിൻ എൻവയൺമെന്റിന്റെ അകത്ത് ജസ്റ്റ് ഇമാജിൻ, ലൈക്ക് ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ മറ്റൊരു രാജ്യമായിട്ട് ട്രേഡ് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ അവിടെയുള്ള അവരുടെ ജോഗ്രഫിക്, എക്കോണമിക് കണ്ടീഷൻ, അവിടെയുള്ള കൾച്ചർ, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ലീഗൽ ഫോഴ്സസ്, ടെക്നോളജി, ഇതെല്ലാം ഒരുപാട് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഇന്ത്യയിലുള്ളത് പോലെ ആകണമെന്നില്ല അമേരിക്കയിൽ. സോ there will be like a lot of differences, right? അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ ഈ പറയുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോറിൻ കൺട്രിയിൽ പോയിട്ട് ഞാനൊരു ബിസിനസ് നടത്തുക, ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി ജോബ്.
അപ്പൊ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഞാൻ കൺസിഡർ ചെയ്യണം. ഞാനൊരു ഫോറിൻ എൻവയൺമെന്റ്, ഒരു ഫോറിൻ കൺട്രിയിൽ, ഒരു രാജ്യത്ത് പോയിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഇത് കുറച്ച് ഫാക്ടേഴ്സ് ഉള്ളു, ഇതുപോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് വേണം ഞാൻ അവിടെ പോയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട്. സോ വൺസ് ഞാനൊരു മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്യുകയാണ്, ഓക്കെ, ഞാനൊരു രാജ്യം ഐഡന്റിഫൈ ചെയ്തു, അവിടെ എൻ്റെ പ്രൊഡക്റ്റിന് ഭയങ്കര റെസ്പോൺസ് ആയിരിക്കും, നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള മാർക്കറ്റ് അവിടെയുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്യണം ലൈക്ക് എങ്ങനെയാണ് ഞാൻ ആ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എക്സ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലൈസൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിങ് ചെയ്യാം, ജോയിന്റ് വെഞ്ചർ ആകാം, അല്ലെങ്കിൽ ഒരു സബ്സിഡറി ആയിട്ട് അവിടെ അബ്രോഡ് സ്റ്റാർട്ട് ചെയ്യാം. സോ ലൈക്ക് വാട്ട് മോഡ് ഷുഡ് ഐ ചൂസ്? എന്റെ പ്രോഡക്റ്റ് അവിടെ ഓക്കെ വെൽക്കം ചെയ്യും എന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ ദെൻ ഇറ്റ് ഇസ് ലൈക്ക് എങ്ങനെയാണ് ഞാൻ ആ മാർക്കറ്റിൽ എൻറ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട് എൻറ്റർ ചെയ്യാൻ. അപ്പൊ അതിൽ ഏത് ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കണം. ആൻഡ് ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ നെഗ്ലക്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ഥലത്ത് പോയി ഒരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. സോ ഒരു ഫോറിൻ എൻവയൺമെന്റ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോയിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഹൈലി നെസസറി ദാറ്റ് യു ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ദാറ്റ് ഫോറിൻ കൺട്രി. അവിടെ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻസ്, എക്കോണമി, അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ ആ ഒരു കൾച്ചർ എങ്ങനെയാണ്, വർക്ക് കൾച്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ലീഗൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ആൻഡ് ഇൻ കേസ് ഓൾസോ ഇഫ് യു സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ ബിറ്റ്വീൻ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഇതൊന്നും നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്കൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. റൈറ്റ്? So that's about the foreign environment. So the key thing that you have to keep in your mind is an environment which is prevalent in a foreign country. മറ്റൊരു ഫോറിൻ രാജ്യത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എൻവയൺമെന്റ് ആണ് ഫോറിൻ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഇൻ ദി ഗ്ലോബൽ ലെവൽ. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് പറഞ്ഞു. പിന്നെ ഞാൻ മറ്റൊരു രാജ്യത്ത് പോയിട്ട് ബിസിനസ് അല്ലെങ്കിൽ അവിടെ ഞാൻ ട്രേഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് ഇസ് അബൌട്ട് ഗ്ലോബൽ. ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻ കൺഫൈൻ ടു വൺ കൺട്രി അലോൺ. ഒരു രാജ്യത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ. ഗ്ലോബൽ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിലാണ്. അപ്പൊ ഇറ്റ് ഇൻഫ്ലുവൻസ് ഓവർ ദി ഡൊമസ്റ്റിക് ആസ് വെൽ ആസ് ഫോറിൻ കൺട്രീസ്. And it is about the whole lot of forces like world economic conditions, international financial system, international agreements, treaties, regional economic groupings, etc. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഗ്ലോബൽ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് എ പെർട്ടിക്കുലർ എൻവയൺമെന്റ്, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ എൻവയൺമെന്റ് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്ലോബ് മൊത്തത്തിലായിട്ട് നമ്മൾ പറയുന്നത് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ആണ്. അതിനകത്ത് പല ഫോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എക്കോണമിക് കണ്ടീഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം, അല്ലെങ്കിൽ പലതരത്തിലുള്ള എഗ്രിമെന്റ്സ് ഉണ്ട്, ട്രീറ്റീസ് ഉണ്ട്, നമുക്ക് പല ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആണ് ഗ്ലോബൽ എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം WTO അതിന്റെ നോംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. അപ്പൊ ഈ ട്രേഡിംഗ് നടക്കുന്ന പല രാജ്യങ്ങൾ തമ്മിൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യത്തിൽ ചേഞ്ചസ് ഉണ്ടാകാം. അവരുടെ നേരത്തെ പറഞ്ഞ പോലെ റൂൾസ് ആകാം, അല്ലെങ്കിൽ അവരുടെ മെത്തേഡ്സ് ആകാം, മെക്കാനിസം, ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാകാം. അപ്പൊ ഇതെല്ലാം ഗവേൺ ചെയ്ത് അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു കോമൺ യൂണിഫോം ആയിട്ടുള്ള ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വി ഹാവ് ഡിഫറെന്റ് ഏജൻസീസ്. സോ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഗ്രാജുവലി ഓരോ അടുത്ത ബ്ലോക്കിലേക്കൊക്കെ വരുമ്പോൾ വിൽ ബി ഹാവിംഗ് എ ഡീറ്റെയിൽ ഡിസ്കഷൻ അബൌട്ട് WTO ആൻഡ് ഓൾ. അപ്പൊ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് പറയുന്നു, ലൈക്ക് ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടി പറയാണ്, വി ഹാവ് WTO അല്ലെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF, അതും അല്ലെങ്കിൽ വി ഹാവ് ASEAN, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ, ദെൻ വി ഹാവ് NAFTA, നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, വി ഹാവ് യൂറോപ്യൻ യൂണിയൻ. അങ്ങനെ നമുക്ക് ഒരുപാട് ട്രീറ്റീസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, ഏജൻസീസ്, RECs ഒക്കെ ഒരുപാടുണ്ട്. ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ട്രേഡ് നമ്മൾ ഒരു രാജ്യം വെച്ച് മാത്രമല്ല ചെയ്യുന്നത്, ഒരുപാട് രാജ്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അവിടെ ട്രേഡ് സ്മൂത്ത് ആകാനും ഈ പറയുന്ന ട്രേഡിൽ ഒബ്സ്റ്റക്കിൾസ്, ഇഷ്യൂസ് ഒന്നും ഇല്ലാതിരിക്കാനും അതിനെ പ്രോപ്പർലി ഗവേൺ ചെയ്യാനുമാണ് വി ഹാവ് ദി ഗ്ലോബൽ എൻവയൺമെന്റ് വിച്ച് exerts influence over domestic as well as foreign countries. Relevance of international business environment. അപ്പൊ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു IB എന്തുകൊണ്ടാണ് റെലവെന്റ് എന്നുള്ളത് ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞു. ആൻഡ് ഈ പറയുന്ന ഇന്റർനാഷണൽ ബിസിനസ് എൻവയൺമെന്റ് റെലവെന്റ് ആണെന്ന് കാണിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. To earn foreign exchange, when you're trading with another nation, you get to earn foreign exchange. And മാക്സിമം അല്ലെങ്കിൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും.
ആൻഡ് ഓൾസോ നമ്മൾക്ക് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം. ഇപ്പൊ എൻ്റെ ഒരു ഫേമിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആകാം ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടത്തേക്ക് എനിക്ക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാം. അപ്പൊ എനിക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. സോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്റെ പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ടു സ്പ്രെഡ് ബിസിനസ് റിസ്ക്, to improve organization efficiency, to get benefits from the government, expand and diversify, increase competitive capacity. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് എൻവയൺമെന്റ് റെലവെന്റ് ആണെന്ന് പറയുന്ന കുറച്ച് പോയിന്റ്സ്. ഇത് ഇസ് ലൈക്ക് വെരി ഫ്യൂ, കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ് ദാറ്റ് ഇന്റർനാഷണൽ ബിസിനസ് ഇസ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ റെലവെന്റ് ആണ്. ആൻഡ് നമ്മളിപ്പം ഞാൻ എൻ്റെ ഒരു രാജ്യത്ത് മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഗുഡ്സ് മാത്രമേ യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാ റിസോഴ്സസും ഇവിടെ അവൈലബിൾ ആവണമെന്നില്ല, എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആവണമെന്നില്ല. സോ ഇറ്റ് ഈസ് നെസസറി ലൈക്ക് വിൽ ഹാവ് എ ട്രേഡ് ബിറ്റ്വീൻ അതർ നേഷൻസ്. ബാക്കിയുള്ള കൺട്രീസ് ആയിട്ടും ട്രേഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ ലൈക്ക് നമുക്ക് ഇവിടെ എക്സസ് ആയിട്ടുള്ള നമുക്ക് അങ്ങോട്ട് ട്രേഡ് ചെയ്യാം, അവർക്ക് എക്സസ് ആയിട്ടുള്ള ഇങ്ങോട്ട് ട്രേഡ് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇങ്ങോട്ടേക്ക് വാങ്ങാം, റൈറ്റ്? So there is relevance for international business environment. These points are just to understand that okay, ഈ പറയുന്ന ഈ ബിസിനസ് എൻവയൺമെന്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് അനലൈസിങ് ദി കോമ്പോണൻസ് ഓഫ് ഫോറിൻ എൻവയൺമെന്റ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഫോറിൻ എൻവയൺമെന്റിൽ നമുക്ക് 3 മെയിൻ ആയിട്ടുള്ള കോമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഡൊമസ്റ്റിക്, ഫോറിൻ ആൻഡ് ഗ്ലോബൽ. 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഫോറിൻ എൻവയൺമെന്റിനെ എഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന 3 എൻവയൺമെന്റിനും നമുക്ക് ഒറ്റയടിക്ക് ഒരു യൂണിറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, റൈറ്റ്? അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക്, ഇറ്റ്സ് ജസ്റ്റ് എ ഫസ്റ്റ് യൂണിറ്റ്, നമുക്കൊരു ബിഗിനിങ് ആണ്, ഒരു സ്റ്റാർട്ടിംഗ് ആണ് ടുവേർഡ്സ് യുവർ കംപ്ലീറ്റ് ഇന്റർനാഷണൽ ബിസിനസ്. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ഒരു യൂണിറ്റിനകത്ത് കൺഫൈൻ ചെയ്ത് പറയല്ല, ബട്ട് ജസ്റ്റ് ഗെറ്റ് എൻ ഐഡിയ ലൈക്ക് ഓക്കെ ഇങ്ങനെയുള്ള എൻവയൺമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഈ പറയുന്ന എൻവയൺമെന്റ്സിന്റെ ഗുണങ്ങൾ എന്ന് അറിയാനാണ് നമുക്കൊരു ബിഗിനിങ്, ഒരു ഇൻട്രൊഡക്ടറി യൂണിറ്റ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന ലൈക്ക് ഓൾ ദീസ് അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ബിസിനസ് എൻവയൺമെന്റ്. അപ്പൊ ഈ ഫോറിൻ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അവിടെയുള്ള ജോഗ്രഫിക്കൽ, എക്കോണമിക്, ഫിനാൻഷ്യൽ, സോഷ്യോ കൾച്ചറൽ, പൊളിറ്റിക്കൽ, ലീഗൽ, എക്കോളജിക്കൽ ഫോഴ്സസ്, പല രീതിയിലുള്ള ആ ഒരു രാജ്യത്തിനെ എഫക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും ഞാൻ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനെ പറ്റി എനിക്കൊരു ഐഡിയ ഉണ്ടാവണം ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ്. അപ്പൊ ആ ഒരു ഫോറിൻ കൺട്രിയെ എഫക്ട് ചെയ്യുന്ന ഓരോ കോമ്പണന്റിനും ഞാൻ പഠിച്ചിരിക്കണം എന്റെ ബിസിനസ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ. ആൻഡ് ഈ പറയുന്ന ഓരോ കോമ്പണന്റിനും എന്റെ ബിസിനസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പല കോമ്പണന്റ്സും മറ്റൊരു രാജ്യത്തെ കോമ്പണന്റ്സ് ആണെങ്കിൽ പോലും ഞാൻ അവിടെയാണ് എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി ഈ പറയുന്ന പല ഫോഴ്സസിനും എന്റെ ബിസിനസിനെ എഫക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എഫക്ട് ചെയ്തിരിക്കും. സോ ഓൾ ദീസ് കോമ്പണന്റ്സ് വി വിൽ ബി ഡിസ്കസിങ് സെപ്പറേറ്റ്ലി. നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ ഈ വേരിയസ് കോമ്പണന്റ്സിനെ പഠിക്കും. ആൻഡ് ഈ പറയുന്ന 3 കോമ്പണന്റ്സും ദേ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ, അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ഇതൊന്നും ഒറ്റയ്ക്ക് നിൽക്കുന്ന കോമ്പണന്റ്സ് അല്ല. ഇപ്പൊ ചില കേസസിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എനിക്ക് എന്റെ പ്രോഡക്റ്റ് അത്ര മൂവിങ് അല്ല എന്ന് മനസ്സിലായാൽ ഐ മൂവ് ടു എ ഡിഫറെന്റ് പ്ലേസ്, അല്ലെങ്കിൽ ഞാനൊരു ഫോറിൻ കൺട്രിയിലേക്ക് ട്രേഡിങ്ങിന് പോകും. അതും അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള രാജ്യങ്ങളായിട്ട് ഞാൻ ട്രേഡിങ്ങിന് പോകും. അപ്പൊ അത് ഗ്ലോബൽ ആയി, റൈറ്റ്? അപ്പൊ ഈ കോമ്പണന്റ്സ് ഒക്കെ തമ്മിൽ റിലേറ്റഡ് ആണ്. ഇൻ വൺ വേ ഓർ ദി അതർ ദീസ് കോമ്പണന്റ്സ് ആർ റിലേറ്റഡ്. ആൻഡ് ഈ പറയുന്ന റിലേഷൻ നമ്മൾ ഇവരെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ടല്ല, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഈ 3 പേരും തമ്മിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടുള്ള ഒരു റിലേഷൻ പറയുന്നുണ്ട്. ഓക്കെ. And moreover, it should be kept in mind all these elements and components of the environment might not be relevant to a decision maker. ചിലപ്പോൾ എല്ലാ എലമെന്റും ഈ പറയുന്ന ഡൊമസ്റ്റിക്കിലായാലും ഫോറിനിലായാലും ഗ്ലോബലിലായാലും ഒരുപാട് എലമെന്റ്സ് വരുന്നുണ്ട്. എല്ലാ എലമെന്റും ഒരു ഡിസിഷൻ മേക്കറിന് നിർബന്ധമാകണമെന്നും ഇല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫേം. അത് എന്ത് തരത്തിലുള്ള ഫേം ആണ്, അവരുടെ ഡിസിഷൻ എങ്ങനെയാണ്, ഇതിനെല്ലാം ഡിറ്റർമൈൻ ചെയ്തിരിക്കും വെദർ they need to consider so and so elements. ഒരുപാട് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, എല്ലാ എലമെന്റ്സും കൺസിഡർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ വി വിൽ ബി ഹാവിങ് എ ഡീറ്റെയിൽ സ്റ്റഡി. ഈ പറയുന്ന ഈ ഡിഫറെന്റ് കോമ്പോണന്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ അടുത്തടുത്ത യൂണിറ്റ്സ്, അടുത്തടുത്ത നമുക്ക് ബ്ലോക്സ് വരുമ്പോൾ വിൽ ബി ഹാവിങ് എ ഡീറ്റെയിൽ സ്റ്റഡി. ബട്ട് റൈറ്റ് നൗ യു ജസ്റ്റ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഡൊമസ്റ്റിക്, വാട്ട് ഇസ് ഫോറിൻ ആൻഡ് വാട്ട് ഇസ് ഗ്ലോബൽ എൻവയൺമെന്റ്. എന്താണ് ഈ പറയുന്ന എൻവയൺമെന്റ് എന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന 3 എൻവയൺമെന്റും ദേ ഹാവ് എ റിലേഷൻ വിത്ത് വൺ അനദർ എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ആൻഡ് അവിടെയുള്ള ഓരോ എലമെന്റ്സും നമ്മൾ തുടങ്ങുന്ന ഒരു ബിസിനസ്, സ്റ്റാർട്ട് ചെയ്യാണ് ഒരു ബിസിനസ് എങ്കിൽ അതിനെ എഫക്ട് ചെയ്യും എന്ന കാര്യവും മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇസ് അബൌട്ട് ജിയോഗ്രഫിക് എൻവയൺമെന്റ്.
ജോഗ്രഫി എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ്. ഇപ്പൊ ഞാൻ ഏതൊരു ഫോറിൻ എൻവയൺമെന്റിൽ പോയി ബിസിനസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഏതൊരു രാജ്യത്ത് പോയി ബിസിനസ് ചെയ്യുകയാണെങ്കിലും അവിടെ ഞാൻ കൺസിഡർ ചെയ്യേണ്ട വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ജോഗ്രഫിക് എൻവയൺമെന്റ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ക്ലൈമറ്റ്, അല്ലെങ്കിൽ അവിടുത്തെ ടോപ്പോഗ്രഫി, അല്ലെങ്കിൽ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ്, അവിടെയുള്ള ആളുകൾ, ഇതിനെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ് എനിവെയർ. ലൈക്ക് ഏത് രാജ്യത്ത് പോയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും. ആൻഡ് ഈ പറയുന്ന ഇന്റർനാഷണൽ ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പല ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിനും ഒരുപാട് ഇൻഫ്ലുവൻസ് ഈ ബിസിനസിന്റെ മുകളിൽ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വന്നിരിക്കും. ഇപ്പൊ ഡിഫറെന്റ് ക്ലൈമറ്റ് കണ്ടീഷൻസ്, റെയിൻഫോൾ, സ്നോഫോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഈ പറയുന്ന കാരണങ്ങളാൽ ചില പ്രോഡക്ട്സിന് ഡിമാൻഡ് വരാം, ഡിമാൻഡ് ഇല്ലാതെയാകാം. സോ ഇറ്റ് ഡിപ്പെൻസ്, റൈറ്റ്? ഇപ്പോ വളരെ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഒരുപാട് ജാക്കറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ക്ലോത്ത്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ്, റെലവൻസ് കൂടുതലായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമുക്കിപ്പോ ഇതിന് മാത്രമായിട്ട് ഞാനിപ്പോ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു തണുപ്പുള്ള പ്രദേശത്ത് ഞാൻ വിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ അവിടെ സെയിൽ ചെയ്യുന്ന പോലെ ഒരുപാട് പ്രോഡക്ട്സ് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ സെയിൽ ചെയ്താൽ ചിലപ്പോൾ അത്രത്തോളം ക്ലിക്ക് ആവണമെന്നില്ല. അല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് ഞാൻ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ മാത്രമായിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് അത്ര അങ്ങ് പോകണമെന്നില്ല, റീച്ച് ആകണമെന്നില്ല. സോ ഇറ്റ് ഡിപ്പെൻസ്, ലൈക്ക് ഓരോ സ്ഥലങ്ങൾ അനുസരിച്ചിരിക്കും അവിടെയുള്ള പ്രോഡക്റ്റിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് നമുക്ക് നോക്കിയാൽ എല്ലാ സ്ഥലത്തെ വീടുകളും ഒരുപോലെയല്ല. ഓരോ സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും ഓരോ വീട്. ഇപ്പൊ നമുക്ക് ചില സ്ഥലങ്ങളിൽ വി കൻ സി ഇഗ്ലൂ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ നമുക്ക് മാൽദീവ്സിൽ നോക്കിയാലും നമുക്ക് അവിടെയുള്ള ആ ഒരു വീടിന്റെ സ്ട്രക്ചർ അല്ല നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് ഓരോ സ്ഥലത്ത് നോക്കിയാലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു പ്രോഡക്റ്റ് തന്നെ നമ്മൾ ഒരുപാട് ചിലപ്പോൾ അതില് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റെനോവേഷൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരുപാട് അതിൽ തന്നെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരേണ്ടി വരും. ആ പ്രോഡക്റ്റ് പല സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ്. ക്ലൈമറ്റിക് ചേഞ്ച് കാരണം ഒരുപാട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് അതിനകത്ത് തന്നെ നമ്മൾ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരേണ്ടിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ഒരു പ്രോഡക്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു സ്ഥലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വീട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന പോലെയല്ല മറ്റൊരു സ്ഥലത്ത് വീട് ബിൽഡ് ചെയ്യുന്നത്. that will be completely depending on that particular geography. ആ സ്ഥലത്തെ പോലെ ഇരിക്കും അവിടെ നമ്മൾ എന്ത് തരത്തിലുള്ള ബിൽഡിങ്സ് ആണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ എ ജോഗ്രഫി. ആ സ്ഥലത്തുള്ള ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ എൻവയൺമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന പ്രോഡക്ട്സ്, ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് അവിടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം റോൾസ് റോയ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫ്രം ഇംഗ്ലണ്ടിൽ നിന്നാണ്. പക്ഷെ അതിന് കാനഡയിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ കോസ്റ്റ് കുറച്ചുകൂടി കൂടുതലാണ് എന്നാണ് പറയപ്പെടുന്നത്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദി എക്സ്റ്റെൻസീവ് ബോഡി വർക്ക്. അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ ബോഡി വർക്ക് കുറച്ചും കൂടി കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ റെനോവേഷൻസ് കൂടുതലാകണം ബിക്കോസ് ഓഫ് ദി സോൾട്ടഡ് സാൻഡ്. കാനഡയിലുള്ള സോൾട്ടഡ് സാൻഡ് കാരണം, ആൻഡ് വിച്ച് ഇസ് സ്പ്രെഡ് ഓവർ സ്ട്രീറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചും കൂടി കൂടുതലായിട്ട് അതിന്റെ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ റെനോവേഷൻസും ബോഡി വർക്ക്സും കുറച്ചും കൂടി കൂടുതൽ വേണം എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ അവിടെ 4 to 5 months ഭയങ്കര സ്നോ ആയിരിക്കും. സോ ആ സമയത്ത് ആ കണ്ടിന്യൂസ് സ്നോവും നമ്മൾ അതിനെയും പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിലും നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഈ പറയുന്ന ഈ ഒരു വെഹിക്കിളിനെ നമ്മൾ അതിന് വേണ്ട എല്ലാ റെനോവേഷൻസും അതിന് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് റസ്റ്റിംഗ്, കൊറോഷൻ, ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സോ യു നീഡ് ടു ഹാവ് ഓൾ ദോസ് തിങ്സ് കൺസിഡർഡ് ഇൻ യുവർ മൈൻഡ് ബിഫോർ ഇൻട്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഇൻ ടു എനി ഫോറിൻ കൺട്രി. അപ്പൊ ഓരോ രാജ്യത്തെ ക്ലൈമറ്റിനനുസരിച്ച് ചിലപ്പോൾ ചില മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചില റെനോവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ ഒരു ജോഗ്രഫിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടത്തെ ആയിക്കോട്ടെ, ഏതൊരു ജോഗ്രഫിക് കണ്ടീഷൻ ആണെങ്കിലും അത് ആ ഫേമിന്റെ പ്ലാൻ ലൊക്കേഷൻ ഡിസിഷനെ പോലും എഫക്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു കാറ് പറഞ്ഞതുപോലെ തന്നെ ഏതൊരു ഡിസിഷൻ ആണെങ്കിലും, ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പോലും അത് ഞാൻ തുടങ്ങുമ്പോൾ അവിടെയുള്ള അവസ്ഥ എങ്ങനെയാണ്, ചിലപ്പോൾ അവിടെ നിന്ന് എനിക്ക് പെട്ടെന്ന് റോ മെറ്റീരിയൽസ് കിട്ടുമോ, അല്ലെങ്കിൽ അവിടെ വെള്ളത്തിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അവൈലബിലിറ്റി എങ്ങനെയാണ്, അങ്ങനെ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്ത് അവിടെയുള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ ടോപ്പോഗ്രഫി എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ടാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ബിസിനസ് അല്ലെങ്കിൽ ഒരു ഫേം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ വൺ ഡേ തിങ്. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ദിവസം നമ്മൾ എൻഡ് ചെയ്യുന്നതല്ല, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ടാണ് വി ആർ സ്റ്റാർട്ടിങ് സംതിങ്. ഇപ്പൊ ഓവർ ഹിയർ ഇത് തന്നെ നോക്കിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, യു ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് സംതിങ്, നിങ്ങൾ എവിടെയായിരിക്കും ചൂസ് ചെയ്യുക? ആൻഡ് എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഇസ് എ മോൾ, ഒരു മോളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് തിങ് ദാറ്റ് യു ആർ ട്രൈങ് ടു സ്റ്റാർട്ട്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ക ഒരു റൂറൽ ഏരിയ, ഒരു വില്ലേജിൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമോ,
അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് ചൂസ് ചെയ്യും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ലൈക്ക് എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഫേം ആണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഏത് സ്ഥലമാണ് ചൂസ് ചെയ്യുക എന്നുള്ളത്. റൈറ്റ്. അപ്പൊ എന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്റെ ഓർഗനൈസേഷൻ മാക്സിമം ആൾക്കാർ അറ്റൻഷൻ കിട്ടുന്ന സ്ഥലത്ത് വേണം എന്നുള്ളതാണെങ്കിൽ ഐ വിൽ ഒബ്വിയസ്ലി പ്രിഫർ എ സിറ്റി. സിറ്റിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ. സോ ചൂസിങ് ദ ബെസ്റ്റ് ലൊക്കേഷൻ ഫോർ യുവർ ബിസിനസ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ജോഗ്രഫിക്കൽ എൻവയൺമെന്റ്. നമ്മളുടെ ജോഗ്രഫിക്കൽ എൻവയൺമെന്റ് പല ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എവിടെ നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. So in today's session we just had an introduction in our IB എന്നുള്ള കോൺസെപ്റ്റിലേക്ക്. അതിനകത്ത് വരുന്ന we have the different types of environment. ഇപ്പോ ഡൊമസ്റ്റിക്, ഫോറിൻ, ഗ്ലോബൽ എൻവയൺമെന്റ്, അതും അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന മൈക്രോ ആൻഡ് മാക്രോ എൻവയൺമെന്റ്, അതുപോലെ എന്തുകൊണ്ടാണ് ഈ IB ഇത്ര റെലവെന്റ്, ആൻഡ് ഓൾസോ വി ജസ്റ്റ് ഹാഡ് എ ക്വിക്ക് അനാലിസിസ്. നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഫോറിൻ എൻവയൺമെന്റ് കോമ്പോണൻസ് എന്തൊക്കെയാണ് അതിന്റെ അനാലിസിസ് ഓൾസോ നമ്മൾ ഒന്ന് ഓടിച്ചങ്ങ് ചെയ്തു. അത് നമുക്ക് ഒറ്റയടിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു യൂണിറ്റിൽ കവർ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ വി ജസ്റ്റ് ഹാഡ് എ ഐഡിയ ലൈക്ക് വാട്ട് ആർ ദി ഡിഫറെന്റ് എൻവയൺമെന്റ്സ്, അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു രീതിയിൽ നമുക്കൊരു ഐഡിയ കിട്ടി. ആൻഡ് ഫൈനലി വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദി ജിയോഗ്രഫിക് എൻവയൺമെന്റ്. സോ നൗ ഇറ്റ്സ് യുവർ ടേൺ. അപ്പോൾ ഞാൻ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുമ്പോൾ നൗ ഇറ്റ്സ് യുവർ ടേൺ ടു ഫൈൻഡ് ഔട്ട് ദി എലമെന്റ്സ്. അപ്പൊ നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ലൈക്ക് what are the different elements which is affecting the environment, political, economic, social, demographic, technological and legal environment of an organization. Try to find 3 at least. ഒരു 3 എണ്ണെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കുക so that you get a better idea regarding the different environment which is affecting an organization. So once when you're done with the session, do check out IGNOU self-learning materials at Highquise Learning, and also check out the value added notes and do attempt the objective test and Exampedia. See you soon in the next session.